നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മീൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് മീൻ വെച്ച് നമുക്കിത് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മാന്തൽ മീനാണ്, അല്ലെ നങ്ക് എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോന്നും പറയാം. നിങ്ങൾ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ നങ്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതെന്നും കുറച്ചൊരു മാറ്റമായിട്ടാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാന്ത, നങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വലിയതായതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തു. അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കാം. ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീര് വേണം. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ നീരാക്കി കൊടുക്കാം. ഈ മസാലകളൊക്കെ നല്ലപോലെ ഇതിനൊന്ന് പരട്ടി കൊടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ട്. മസാലയൊക്കെ നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നെക്സ്റ്റ് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാണ് എത്രയും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇടാം. ഇത് 2 വശവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശമായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം കൂടെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് 2 വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ 1 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് 3 പച്ചമുളകും കൂടെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഒരു 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ആവശ്യം തോന്നുവാണെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുത്താൽ മതി. കാരണം മസാല കരിയാൻ പാടില്ല, അതുകൊണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് പുളിവെള്ളമാണ്. നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിനു വേണ്ടി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം.
അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് സ്പൂണ് വെച്ചിട്ടല്ല, അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഫ്രൈ ചെയ്ത് എടുത്തതാണ്, അപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു അരക്കപ്പോളം ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും ഒന്ന് തിളച്ച് വരണം. ജസ്റ്റ് ഒന്ന് തിള വന്നു തുടങ്ങിയാൽ മതി. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാന്തൽ അല്ലെങ്കിൽ നങ്ക് വെച്ചിട്ടാണ് ചെയ്തത്. ഏത് മീൻ വേണമെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.